നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച സുരേഷ് ഗോപി. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വോട്ടർ പട്ടിക ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന സുരേഷ് ഗോപി. താൻ മന്ത്രിയാണെന്നും ആ ഉത്തരവാദിത്വം കാണിച്ചുവെന്നും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതുമല്ലെങ്കിൽ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ അവിടെ ചോദിക്കാമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവർത്തിച്ചു. കേന്ദ്രമന്ത്രിയായിരുന്നതിനാലാണ് പ്രതികരിക്കാത്തത്. ചില വാനരന്മാർ ഇവിടെ നിന്ന് ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. അക്കരെയും ഇക്കരെയും ഒക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവർ കോടതിയിൽ പോകട്ടെ, കോടതിയും അവർക്ക് മറുപടി നൽകും. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയെ അടക്കം പരിഹസിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ആരോപണങ്ങളുമായി ഇറങ്ങിയ വാനരന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കട്ടെ എന്നും ചോദ്യങ്ങൾക്ക് കമ്മീഷനാണ് മറുപടി പറയേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ശക്തൻ തമ്പുരാന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനം നടത്തുമെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചു. ശക്തൻ തമ്പുരാൻ ശക്തനായ ഭരണാധികാരിയായിരുന്നുവെന്നും ആ ശക്തനെ തിരിച്ചുപിടിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. തൃശൂരിലെ ശക്തൻ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ആദ്യമായാണ് വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ പ്രതികരണവുമായി ചെന്നപ്പോൾ ഒന്നും സംസാരിക്കാനില്ല എന്നും ഇത്രയും നേരം എന്നെ കാത്തുന്നത് ഇത്രയും സഹായിച്ചതിന് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറില്ല. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി അത് സുരേഷ് ഗോപിക്കില്ല, കുറച്ചുകൂടി തൊലിയുടെ കനം കൂടാനുള്ള ദിവസം ഇനിയും സുരേഷ് ഗോപിക്ക് എടുക്കുമെന്ന് പറയുന്നു. മാത്രമല്ല, ഞങ്ങളെ പോലെയുള്ളവർ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി എന്നും പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ. അതായത് കൃത്യമായി വിവരിക്കണമായിരുന്നു, കൃത്യമായി തന്റെ കാര്യങ്ങൾ നിലപാട് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയണമായിരുന്നു. അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പരിഹാസ്യപാത്രം എന്നൊരു കാര്യമില്ലല്ലോ, എന്തുണ്ട് പറയാൻ, അത് കൃത്യമായി തന്നെ പറയേണ്ടതായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ്. എന്തായാലും സുരേഷ് ഗോപി പ്രതികരിക്കുമ്പോൾ അതിൽ കൃത്യമായി തന്നെ അനിൽ അക്കരയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനമുണ്ട്. അക്കരയിലും ഇക്കരയും പോയി വിമർശിക്കട്ടെ എന്നടക്കമുള്ള കാര്യവും പറയുകയാണ് അദ്ദേഹം. എന്തായാലും തൃശ്ശൂരിലാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നത്. പ്രധാനമായും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം, ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം, മാത്രമല്ല തൃശ്ശൂരിലേക്ക് വരാനിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ യാത്ര പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ചു. പ്രധാനമായും തൃശ്ശൂരിലെ ഈ ഹൈവേയിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് തന്നെയാണ് കാരണമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും സാധാരണക്കാർ ആ ബ്ലോക്കിൽപ്പെട്ട് ജീവിതം മടുത്തു പോകുമ്പോൾ മുഖ്യമന്ത്രി ആ വഴി ഒഴിവാക്കിയത് അദ്ദേഹത്തിന്റെ ബ്രില്യൻസിന് കയ്യടി കൊടുക്കുന്നുണ്ട് മലയാളികൾ. അങ്ങനെ നിരവധി രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്.